എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപ്പം തൊട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒബേസിറ്റി. എനിക്കത് ഇതുവരെ ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ കുറച്ച് എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്ത് കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കല്യാണത്തിന് തൊട്ട് മുന്നേ ആയിരുന്നു. ഒരു 100 കിലോ ഒന്ന് 80 കിലോ ആയി. പക്ഷെ അതൊക്കെ കുറേ പട്ടിണി കിടന്ന് കുറേ ഓടി വെയിറ്റ് ലോസൊക്കെ മസിൽ ലോസൊക്കെ നടത്തി അങ്ങനെയായിരുന്നു ഞാൻ അന്ന് തടിയൊക്കെ കുറച്ച്. പ്രശ്നം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഈ നടക്കാൻ പോകുമ്പോൾ തന്നെ ചുറ്റും ഡിസ്ട്രാക്ഷൻസാണ്. ചില സ്ഥലത്ത് കോഫി ഷോപ്പ്, ചില സ്ഥലത്ത് ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനത്തെ ഓരോരോ ഡിസ്ട്രാക്ഷനാണ്. അതുകൊണ്ടാണ് മിക്ക സമയത്തും എനിക്കിങ്ങനെ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻസ് കാണുമ്പോൾ പിടിച്ച് നിർത്താൻ പറ്റണില്ല മനസ്സിന്. ഇപ്പം എൻ്റെ ഭാര്യേനെ കണ്ടില്ലേ, എന്ത് സുഖം അവൾക്ക്. പ്രഗ്നൻസി കഴിഞ്ഞതാന്ന് ആരെങ്കിലും കണ്ടാൽ പറയൂ. ഞാൻ അവളെ പൊക്കി പറയുന്നതൊന്നുമല്ല കേട്ടോ, പക്ഷേ ഇങ്ങനത്തെ ചില ആൾക്കാരും ഉണ്ടാവും. എത്ര കഴിച്ചാലും തടിയും വയ്ക്കില്ല, ഒരു പ്രശ്നവുമില്ല. അത് ശരിയായി. ഇവൾക്ക് ആർത്തി ഉണ്ടാവും കഴിക്കാൻ, പക്ഷെ ഇവൾ കഴിക്കൂല. അല്ല, അത് പറ്റാഞ്ഞിട്ടാണ്, മനഃപൂർവ്വമല്ല. എനിക്കിപ്പോൾ ഒരു 10 പൊറോട്ട കഴിക്കാൻ തോന്നിയാൽ എനിക്ക് ഒരു പൊറോട്ട കൂടുതൽ തിന്നാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ഈ വർഷം ഒരു ചാലഞ്ച് എടുത്തു, ഹാഫ് മാരത്തോൺ. ഞാൻ $150 കൊടുത്ത് രജിസ്റ്റർ ചെയ്ത. ഞാൻ വിചാരിച്ചു ഈ മാരത്തോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഈ നോൺ പ്രോഫിറ്റ് പോലത്തെ എന്തെങ്കിലും പരിപാടിയായിരിക്കും ഞാൻ വിചാരിച്ചത്. ഒക്ടോബറിലാണ് ഇനി ഹാഫ് മാരത്തോൺ. അതെ, എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും എനിക്കതാണ് പ്രശ്നം. ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോൾഡ് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും യാത്ര പോകേണ്ടി വന്നു എന്ന് വിചാരിക്കുക, പിന്നെ അവിടെ നിന്ന് പോക്കാം. വലിയ കാര്യത്തിൽ എന്നെയും പിടിച്ച് ജിമ്മിൽ ചേർത്തും, നമുക്ക് ഒരുമിച്ച് മല മറിക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറയാം, നീ വരണ്ട, നീ വന്നാൽ നിന്നെ എനിക്ക് പഠിപ്പിക്കേണ്ടി വരും, എനിക്കാകുമ്പോൾ ഒറ്റയ്ക്ക് പോകാമല്ലോ. എന്നിട്ട് പിന്നെ അതും ഇല്ല, പഠിപ്പിച്ചതും ഇല്ല, എൻ്റെ ജിമ്മിൻ്റെ പൈസയും പോയി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഡിസ്ട്രാക്ഷൻസിനെ പറ്റി. ഇത് കണ്ട, ഒരുത്തൻ കയ്യിൽ നിറച്ച് തിന്നാനുള്ള സാധനമായിട്ട് വരുന്നുണ്ടോ. കോഫി വേണ്ട ഒന്നും വേണ്ട. കോഫിയിലും നിർത്തൂലല്ലോ, അതാ പ്രശ്നം. ഇതുണ്ടതേ, ഇതിൻ്റെ ഉള്ളിലുള്ള തിരക്കുണ്ട്. നമ്മുടെ മുന്നിൽ നമ്മൾ നടന്നു വന്നപ്പോൾ എല്ലാവരും നല്ല ചീസി സാൻഡ്വിച്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ണടച്ച് നടന്നു ഗൈസ്. ഹേയ്, നീ പറയല്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ പറ്റി 2 വാക്ക്. യോഗാസനം. ഇതാണ് സെറ്റപ്പ്, യോഗ ഇൻ ദ പാർക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് പൈസ ഇപ്പോൾ ഒന്നും കൊടുക്കണ്ട. ഇതൊക്കെ ഫ്രീ യോഗ സെഷൻസാണ്. അവർ മാറ്റും ഫ്രീ ആയിട്ട് തരും, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പൈസ കൊടുത്താലും മതി. ഇതാണ്ട, അങ്ങനെ ഇതാ ഫ്രീ യോഗ മാറ്റും ഫ്രീ യോഗ ക്ലാസ് കൊടുത്ത് നമ്മളിതാ. ഗൈസ്, ഇവർ പറഞ്ഞത് ഷൂവും സോക്സൊക്കെ ഊരണം. ഷൂവും സോക്സും ഊരണം. കാരണം യോഗ നമ്മൾ നാട്ടിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഷൂവും സോക്സൊന്നും ഇടില്ല. പക്ഷെ ഇത് നനഞ്ഞിരിക്കുന്ന സ്ഥലമല്ലേ ഇവിടെ. പക്ഷെ നമ്മൾ മാറ്റില്ലല്ലേ. ഓ, നിങ്ങൾക്കും ഇനി യോഗ ചെയ്യാം നമ്മുടെ കൂടെ ഫ്രീ. ഓക്കെ, ആദ്യത്തെ യോഗ ക്ലാസ്സിനെ പറ്റി എന്താണ് അഭിപ്രായം? വലിയ അഭിപ്രായമൊന്നുമില്ല. എനിക്ക് യോഗ ഒട്ടും ഇഷ്ടമല്ല. കാരണം സൂര്യക്ക് എപ്പോഴും ഹൈ ഇൻറ്റൻസിറ്റി കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഞാൻ സൂര്യൻ്റെ അടുത്ത് പറഞ്ഞു, സൂര്യക്ക് ഈ BP-ൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ അങ്ങനെ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ബെസ്റ്റ് യോഗയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സൂര്യൻ്റെ ബിഫോർ ക്ലാസ് അഭിപ്രായം. നമുക്ക് ആഫ്റ്റർ ക്ലാസ് അഭിപ്രായം ചോദിക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. എന്തുണ്ടോ, ആൾക്കാരൊക്കെ നടക്കാൻ വരുന്നു, സൈക്കിൾ ചെയ്യണു. ഇപ്പോൾ സമയം എത്രയെന്ന് നിങ്ങൾക്കറിയാം? വെറും 9 മണി. 9 ആയിട്ടില്ല. ക്ലാസ് 9 മണിക്ക് തുടങ്ങും. സോ ഐ എം വെരി എക്സൈറ്റഡ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് യോഗ ചെയ്തിട്ട് ഇപ്പോൾ എത്രയോ കാലമായി യോഗ ചെയ്തിട്ട്. ട്രെയിനറിനെ സ്റ്റോറി നമ്മൾ സ്ഥലം വരുന്നതിന് മുന്നേ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യണമല്ലോ. ഈ ട്രെയിനർ പണ്ടിങ്ങനെ ബസ്ക് ചെയ്യായിരുന്നു, പാട്ടൊക്കെ. അത് പാട്ടിങ്ങനെ റോട്ടിലൊക്കെ നിന്ന് പാടി ആൾക്കാർ പൈസ കൊടുക്കാം അങ്ങനെ. അപ്പം അതുകൂടാതെ ഇവർ എന്നിട്ട് ബാലിയിൽ പോയിട്ടാണ് ഈ യോഗേൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്തത്. എന്നിട്ട് അവർ മെൽബണിൽ താമസിച്ചു. പക്ഷെ അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അവരവസാനം വേറെ എങ്ങോട്ടോ പോയിട്ട് ഇങ്ങോട്ട് വന്നു. പേർത്തിലാണ് ഇപ്പോൾ ഇവർ. കാരണം ഇവർക്ക് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. വയസ്സായ 2 പേര് ഓടുന്നുണ്ടോ? നമുക്ക് വയസ്സാകുമ്പോൾ ഇങ്ങനെ ഓടണ്ടേ? ഇപ്പൊ ഹോസ്പിറ്റലിലേക്കായിരിക്കും മിക്കവാറും ഓടുന്നത്. ഇതാണ്ടോ ഗൈസ്, പട്ടിക്ക് വരെ ഉണ്ട് കോസ്റ്റ്യൂം. പട്ടീനെയും കൊണ്ട് ആൾക്കാർ യോഗ ക്ലാസ്സിന് വരുന്നത്.
അപ്പോൾ പട്ടി എന്ത് ചെയ്യും അപ്പോൾ? പട്ടി യോഗ ചെയ്യില്ല, പട്ടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. Just notice how you're feeling this morning. Are there any areas of tightness or tension in the body that you can start to soften and let go of? Full body stretch. ഫുൾ ബോഡി സ്ട്രെച്ച് എടുക്കുക ഗൈസ്. Let the arms come back down. Guide your knees into your Oh. chest. സൂര്യക്ക് ഇന്നാകെ ഇഷ്ടമായത് ഇത്. ബാക്കി വേർത്തു പാവം. Your legs. Bring your hands together at your heart. Bow the head down towards the hands. This class is a pay as you feel class. Please pay as you feel or as you can afford. If you've got cash, you can pop it in the jar up on the table here, or you can also pay with card. Just come up and see me or Michael up the front. Quick announcement, we've only got അങ്ങനെ യോഗ ചെയ്തു. അതെ, എല്ലാവരും പാക്കപ്പ് ചെയ്യുന്ന കാണിച്ചു തരാം. കണ്ടോ, എല്ലാവരും പാക്കപ്പ് ചെയ്യുന്ന കണ്ടോ? എത്ര ആൾക്കാരല്ലേ വന്നേ? പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പേ ആസ് യു വിഷ്. നമുക്ക് ഇഷ്ടമുള്ള അത്ര, നമുക്ക് എത്ര സെഷൻ കഴിഞ്ഞ് ഫീൽ ചെയ്യുന്ന വെച്ചാൽ അത്ര പേ ചെയ്യാം. ആൾക്കാർ 5 സെൻറ്റ് അല്ല $5, $1, $2 കൊടുക്കും. നമ്മൾ $10 കൊടുത്തു. ഞാൻ മാത്രം ഇവളെ എച്ചി കൊടുത്തിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് ഒട്ടും എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല. സൂര്യ എനിക്ക് വേണ്ടി കൊടുത്തല്ലോ. എനിക്ക് ഒട്ടും എൻജോയബിൾ ആയിട്ട് സൂര്യൻ്റെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സൂര്യ വിചാരിച്ച യോഗ വളരെ സിമ്പിളാണ്, ശ്വാസം വലിക്കുക വിടുക, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര പാടാ. ഒരാളിങ്ങനെ വേർത്ത്. എനിക്ക് യോഗ ചെയ്യുന്നോണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ, ഇപ്പം നാട്ടിൽ നമുക്ക് കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ടേ നമ്മൾ രണ്ടുപേരും എന്താ പറയുക, റിട്ടയർ ആകുമ്പോൾ എൻ്റെയും അമ്മൂൻ്റെ ആഗ്രഹം ഇതാണെന്ന് എനിക്കറിയണം. എൻ്റെ ആഗ്രഹം ഞാൻ റിട്ടയർ ആവുമ്പോഴേക്കും നാട്ടിലൊരു ഫാമൊക്കെ വാങ്ങിച്ച് ആ ഫാമിൻ്റെ അവിടെ ഈ സൂര്യക്ക് പശുവിൻ്റെയും ആടിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പോലും അല്ല, അതിന് കാറ്റിൽ ഫാമിംഗ് അല്ല ഞാൻ ചെയ്യണേ. അവിടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഫാം ഓണേഴ്സ് ആയിരിക്കും. നമ്മളിങ്ങനെ നോക്കി പിന്നെ കുറച്ചൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഗൈസ്, എൻ്റെ ആഗ്രഹം എനിക്കൊരു ഫാമിൽ ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് അവിടെ കോസിയായിട്ട് ജീവിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഏതെങ്കിലും യോഗ ക്ലാസ്സൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അയ്യോ, ഈ ബിസിനസ് ഐഡിയ ഒക്കെ ഇപ്പോൾ ആരെ എടുത്തുകൊണ്ടോ ഗൈസ്, നിങ്ങൾ സ്റ്റീൽ എഴുതിട്ട് നമ്മുടെ ഐഡിയ. പക്ഷെ അത്രയും റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ആരും ഒന്നും നമ്മുടെ കൂടെ യോഗ ചെയ്യാനാ? നമ്മൾ രണ്ടുപേരും മാത്രമാണ്. നിൻ്റെ ഈ വീക്കെൻഡ്സിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? കോഫി കുടിക്കാൻ പോവാ, ഫുഡ് തിന്നാം. എനിക്കും അതെ, എനിക്കും അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ്. വീക്കെൻഡ്സിൽ രാവിലെ എണീക്കുക, ഇങ്ങനെ നടക്കാൻ പോവുക, ഒരു കാപ്പിയൊക്കെ കുടിക്കുക. അതെ, എനിക്ക് വീട്ടിലിരിക്കാനേ ഇഷ്ടമല്ല. ചുമ്മാ ഇങ്ങനെ പയ്യെ നടക്കുക, പയ്യെ നടന്ന് ഇങ്ങനെ സംസാരിച്ച് ഫ്യൂച്ചറിനെ പറ്റി പ്ലാനൊക്കെ ചെയ്ത്, നടക്കാത്ത കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ ചെയ്ത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഫോം, എനിക്കിങ്ങനെ വീട്ടിലിങ്ങനെ സാറ്റർഡേ സൺഡേ ഇങ്ങനെ അടച്ചുകൂടി ഇങ്ങനെ ഇരുന്ന് TV നെറ്റ്ഫ്ലിക്സ് മാത്രം കണ്ട് ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി ആ മൺഡേ ടിവിയും നെറ്റ്ഫ്ലിക്സ് ഇപ്പൊ കാണാൻ പറ്റില്ല, നിരായുള്ളതുകൊണ്ട്. അല്ല, ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ഒന്നും കണ്ടിരിക്കാറില്ലല്ലോ. നമ്മള് രാത്രി കണ്ടിരിക്കാൻ നോക്കുക. പക്ഷെ നമ്മൾ രണ്ടുപേരും അത് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങിപ്പോകും. വയസ്സായേ, 30 വയസ്സായി. സോറി ആയിട്ടില്ല. ഇവള് പല സമയത്തും മറന്നു പോകേണ്ട നമ്മൾ വ്ളോഗേഴ്സാണ്. അതുകൊണ്ട് ഇവളിങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് തുറന്നു പറയും. നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഗൈസ്, അതാണ് നമ്മുടെ ഇന്നത്തെ യോഗ എപ്പിസോഡ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരിക്കും. സോറി, ഇന്ന് ഭയങ്കര ലേസി ഡേ. എനിക്ക് ഒന്നാമത്തെ കാര്യം ഭയങ്കര കോൾഡാണ്. ഭയങ്കര കോൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ക്ഷീണമാണ്. ചുമയോ പനിയോ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര ക്ഷീണം. അതിൻ്റെ ഇടയ്ക്കാണ് ഇവൾക്ക് യോഗ പോകണമെന്ന് പറഞ്ഞ് ഇവളെന്നെ എടുത്തുകൊണ്ട് പോയത്. നല്ല ഒരു എനർജി വന്നില്ലേ, ശരീരത്തിൽ മുഴുവൻ ബൂസ്റ്റ് ആവുന്നില്ലേ? എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ബെഡിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നായി. അപ്പോൾ സോറി, ഇന്ന് വളരെ വളരെ ഷോർട്ട് വ്ളോഗായിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അറിയാതെ എത്രത്തോളം ഉണ്ടാവുന്നു. മിക്കവാറും ഒരു 3 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ഷമിക്കുക. പക്ഷേ അടുത്ത വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരയ്ക്കും താങ്ക് യു, നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.